അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദ് അവറുകൾ നടത്തുന്ന കേരള യാത്ര. ഇതുകൊണ്ട് കുറേ ആളുകൾക്ക് വയറുവേദന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ചിലത് കേൾക്കുമ്പോൾ തോന്നുന്നതാണ് കേട്ടോ, ഉണ്ടല്ലെന്ന് അറിയില്ല. ചെറിയൊരു തലവേദനയൊക്കെ ഉള്ളതുപോലെ കാണുന്നുണ്ട്. ഏതായാലും ഒരു മുഹമ്മദ് സഅദി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ചാനലിൽ കേട്ടൊരു വിഷയം, അതൊന്ന് മുഹമ്മദ് സഅദി ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരളയാത്ര നടത്തുന്ന കേരള മുസ്ലിം ജമാഅത്ത് ആ പ്രമേയത്തോട് അല്പം പോലും നീതി കാണിക്കാത്ത വിഷയങ്ങളാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അസുഖമുണ്ട് എന്ന് മനസ്സിലായിട്ടോ. രോഗം ആകുന്നുണ്ട് അല്ലെങ്കിൽ രോഗിയാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിൽ കേരള യാത്ര നടത്തുന്ന അതിൽ വന്ന വിഷയമാണ് മൂപ്പര് പറയുന്നത്. ഒന്ന് പറയട്ടെ. ഏതായാലും ജാഥ ഉപനായകരിൽ ഒരാൾ ഇമാം റംലിയുടെ നിഹായക്കെതിരിൽ വസ്തുതാവിരുദ്ധമായ പരാമർശം നടത്തിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആ ഉപനായകൻ മൗലാന പേരോട് ഉസ്താദാണ്. പേരോട് ഉസ്താദിന്റെ ക്ലിപ്പാണ് ഇപ്പോ ഇടുന്നത്. ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദ് ഒന്ന് പറയട്ടെ. ഉപനായകൻ പേരോട് ഉസ്താദാണ്. പേരോട് ഉസ്താദ് ഒന്ന് പറയട്ടെ. മറ്റു മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല. ഇമാമിങ്ങളുടെ കിതാബിൽ ഒരു ചർച്ചയുണ്ട്. നിങ്ങൾ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ, അവിടെ ഒരു ചർച്ചയുണ്ട്. അതേപോലെ അതിന്റെ ഹാസിയായ സബ്റാമുൽ നസി നോക്കൂ, ഒരു ചർച്ചയുണ്ടെന്ന ചർച്ച നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു, മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ, നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം, കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും സബ്റാമുൽ നസിയും നോക്കുന്നവർക്ക് കാണാം. എന്നാൽ അവിടെ ഒരു കാര്യം അവരുണർത്തി, ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ? സുബ്ഹാനല്ലാഹ്. സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ? അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവര് ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം. നിഹായിയും സബ്റാമുൽ നസിയും നോക്കിക്കോളൂ. പേരോട് ഉസ്താദ് പറഞ്ഞത് എത്ര വ്യക്തമാണ്. പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് അമുസ്ലിമീങ്ങളായ ആളുകൾ നിങ്ങളൊന്ന് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ അവർക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം എന്നാണ്. പ്രാർത്ഥിച്ചു കൊടുക്കാം എന്നല്ല, കൊടുക്കണം എന്നാണ്. എന്നാൽ വഹാബികൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണോ? കൊടുക്കാൻ പാടില്ല എന്നാണ്. കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കൊടുക്കൽ സുന്നത്തില്ല എന്നുള്ള വിഷയമൊന്നും പേരോട് ഉസ്താദ് പറഞ്ഞു. കൊടുക്കാൻ പാടില്ല മൊത്തത്തിൽ പറയുന്ന ഒരു ലഫ്ലാണ് ഉപയോഗപ്പെടുത്തി പേരോട് ഉസ്താദ്. അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു മൊത്തത്തിൽ പറയുന്ന ഒരു ലഫ്ല അവിടെ ഉപയോഗപ്പെടുത്തി. ആ ലഫ്ല് പിടിക്കാൻ വേണ്ടിക്കൊണ്ടാണ് നമ്മളെ മുഹമ്മദ് സഅദി മെനക്കെട്ടിട്ടുള്ളത്. ഒന്ന് പറയട്ടെ മൂപ്പര്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബിദ്അത്തിന്റെ ആളുകൾ മുസ്ലിം പണ്ഡിതന്മാരോട് മഴയെ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടാൻ പാടില്ല എന്ന് നിഹായയിലുണ്ട് എന്ന്. അങ്ങനെ എവിടെയാണ് നിഹായയിലുള്ളത്?
ഇമാം റംലിയുടെ നിഹായയിൽ അതിൽ നിന്ന് നമുക്ക് പാടില്ല എന്നുള്ള വിഷയത്തിമ പിടിച്ചിട്ടാ തൂങ്ങിയിട്ടുള്ളത് കേട്ടാ. പറയട്ടെ, ഇയാളുടെ സുന്നിയാശയം നമുക്ക് ഇൻഷാ അല്ലാഹ് വന്നിട്ട് ലാസ്റ്റ് പറയാം. ഇങ്ങനെ വായിക്കാം: മറ്റൊരു വിഭാഗം മുസ്ലിമീങ്ങൾ മഴ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടിക്കൊടുക്കണം എന്ന വിഷയം പറഞ്ഞിട്ട് പറയുകയാണ്, വഹുവ മുഖയ്യദുൻ കമാ ഖാലൽ അദ്റഇയ്യു. അദ്റഇ ഇമാം പറഞ്ഞതുപോലെ അതിന് ഒരു നിബന്ധനയുണ്ട്. ബി അല്ലാ യകൂന ദാലികൽ ഗൈറു ദാ ബിദ്അത്തിൻ വ ളലാലത്തിൻ വ ബഗ്യിൻ. ആ മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന മറ്റു വിഭാഗം ആളുകൾ ബിദ്അത്തിന്റെ കക്ഷികളാവാൻ പാടില്ല, പിഴച്ച പ്രസ്ഥാനമാകാൻ പാടില്ല, അധാർമിക പ്രവർത്തനം ചെയ്യുന്നവരാവാനും പാടില്ല. അപ്പോഴാണ് അവർക്ക് മഴ തേടിക്കൊടുക്കേണ്ടത്. വ ഇല്ല, ഇനി അവര് ബിദ്അത്തിന്റെ കക്ഷികളാണെങ്കിൽ ലം യുന്തബ്, മഴ തേടൽ സുന്നത്തില്ല. ഇവിടെയാണ് ഇപ്പൊ ഈ പിടിക്കണത് കേട്ടോ. ലം യുന്തബ്, മഴ തേടൽ സുന്നത്തില്ല. ആ വിഷയത്തിലാണ് ഇനി കയറി പിടിക്കണത് കേട്ടോ. പറയട്ടെ. സജ്റൻ ലഹു വ തഅദീബൻ, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയും ബിദ്അത്തിനെ തൊട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടിയും. വലി അന്നൽ ആമ്മത്ത തളുന്നു ബിൽ ഇസ്തിസ്ഖാഇ ലഹും, അവർക്ക് വേണ്ടി മഴ തേടിക്കൊടുത്താൽ സാധാരണക്കാര് വിചാരിക്കും ഹുസ്ന ത്വരീഖത്തിഹിം, അവരുടെ സരണി ശരിയാണ് എന്ന് വിചാരിച്ചു പോകും. അതുകൊണ്ട് അവർക്ക് മഴ തേടിക്കൊടുക്കൽ സുന്നത്തില്ല. ലം യുന്തബ് എന്നാണ് പറഞ്ഞത്. സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് അത് പാടില്ല എന്ന് നിങ്ങൾക്ക് കിട്ടിയത്? പൊന്നാര സുഹൃത്തെ, ഇവിടെ ഒരു വഹാബിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു വഹാബിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ പണ്ഡിതൻ ആ കിതാബിൽ അത് സുന്നത്തിലം യുന്തബ്, സുന്നത്തില്ല, സുന്നത്തില്ല എന്ന് പറയൽ കൊണ്ട് പാടില്ല എന്ന് ഇവിടുന്ന് കിട്ടി. അത് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പല പ്രാവശ്യം പല കാര്യങ്ങളിലും പറയാറുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഷംസുൽ ഉലമ EK ഉസ്താദ് ഉള്ള കാലഘട്ടത്തിൽ ഷംസുൽ ഉലമ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടിക്കാർ, രണ്ട് പാർട്ടിക്കാർ മത്സരിക്കുകയാണെങ്കിൽ ഒരു പാർട്ടിയിൽ ഗണേശനും മറ്റു പാർട്ടിയിൽ അബൂബക്കറും മത്സരിക്കാൻ നിന്നു. ഗണേശനും അബൂബക്കറും മത്സരിക്കാൻ നിന്നാൽ ഈ ഗണേശൻ പച്ച കാഫിറാണ് താനും, അബൂബക്കറാണെങ്കിലോ മുസ്ലിമാണ്, പക്ഷേ വഹാബിയാണ്. വഹാബിയാണെങ്കിൽ ഇവിടെ അബൂബക്കറിനെ വിജയിപ്പിക്കരുത്, അബൂബക്കറിനിക്ക് വോട്ട് കൊടുക്കരുത്, വോട്ട് കൊടുക്കേണ്ടത് ഗണേശനാണ്. കാരണം എന്തേ? അവൻ ഹിന്ദുവാണെങ്കിലും അവൻ മുസ്ലിമിനിക്ക് എതിരല്ല, അഥവാ നമ്മളെ ശത്രുവല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുവല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുവല്ല. ആ സമയത്ത് ഈ അബൂബക്കർ എന്ന് പറഞ്ഞയാള്, അയാൾ മുസ്ലിമാണെങ്കിലും അയാൾ എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയാണ്, അയാൾ ബിദ്അത്തുകാരനാണ്, അയാളെ വിജയിപ്പിക്കരുത് എന്ന് ഷംസുൽ ഉലമ EK ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. നിങ്ങൾ കേട്ടിരുന്നത്? ഇതൊക്കെ കേട്ടിരുന്നോ? ഇതൊക്കെ എന്താണ്? വഹാബികളോടുള്ള വെറുപ്പ് കാരണം ലം യുന്തബ് എന്ന് തന്നെയാണ്, സുന്നത്തില്ല എന്ന് തന്നെയാണെങ്കിലും പണ്ഡിതന്മാര് ആ വിഷയത്തെ പറയുമ്പോൾ നല്ല ശക്തമായി കൊണ്ട് തന്നെ പറയണം. വഹാബികളെ ശക്തമായി കൊണ്ട് തന്നെ പറയണം. അതല്ലാതെ വഹാബികൾ നമുക്ക് ഇടയിലൂടെയുണ്ട്, വഹാബികൾ ഞാനുമായി കൊണ്ട് നടത്തുന്ന പരിപാടിയിൽ ശക്തമായി കൊണ്ട് സപ്പോർട്ടാണ് എന്നുള്ളതല്ലല്ലോ. വഹാബി സപ്പോർട്ട് ചെയ്തോ ഉണ്ടോ ഇല്ലേ എന്നാണോ നമ്മളുടെ യാത്രയുടെയും നമ്മളുടെ പരിപാടിയുടെയും ലക്ഷ്യം? അതല്ലല്ലോ. വഹാബി നമ്മൾ പരിഗണിക്കണില്ലല്ലോ, അവർ ലാശ ആണല്ലോ. അവരെ നമ്മൾ പരിഗണിച്ചാൽ അങ്ങനല്ലേ ഉള്ളത്? ഒരു ബിദ്അത്തുകാരനെ വല്ലവനും ബഹുമാനിച്ചാൽ, വന്ദിച്ചാൽ, അവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചു. അവന്റെ ഒരു കാര്യത്തിനും നമ്മൾ നിൽക്കാൻ പാടില്ല.
അതന്നല്ലേ ഉള്ളത്. നിങ്ങളിതിൻ്റെ മുമ്പ് ഒരു പ്രസംഗം കേട്ടിരുന്നു. നിങ്ങളിത് ഇവിടെ വഹാബികൾ കൂടിയത് മുജാഹിദുമൊക്കെ കൂടിയത് ഖണ്ഡനമണ്ഡനം കൊണ്ടാണ്, മുഖാമുഖം നടത്തിയത് കൊണ്ടാണ്, സംവാദം നടത്തിയത് കൊണ്ടാണ്. അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും കൂടൂലായിരുന്നു, അതൊന്നും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രസംഗം ഇതിൻ്റെ മുന്നേ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈച്ചയുടെ സ്വഭാവം, നൗഷാദിൻ്റെ ആ സ്വഭാവം ഇല്ലാതിരിക്കലാണ് നല്ലത്. നൗഷാദിൻ്റെ ആ സ്വഭാവം ഇല്ലാതിരിക്കലാണ് നല്ലത്. ഈച്ചയുടെ സ്വഭാവം അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. കാരണം കേരള യാത്ര എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെയും സയ്യിദുൽ ഉലമ ജിഫിരി തങ്ങൾ പാപ്പ ആ കേരളത്തിലാകെ യാത്ര നടത്തി, നല്ല മനോഹരമായ യാത്ര നടത്തി, ആളുകൾക്ക് തൃപ്തികരമായ രൂപത്തിൽ എന്നതുപോലത്തെ ഒരു യാത്ര കാന്തപുരം നടത്തുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും അടർത്തിയെടുത്തുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾ പറയുമ്പോൾ നിങ്ങൾക്കതൊരു വിഷമമായി തോന്നുമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ മുമ്പ് സുലൈമാൻ ഉസ്താദ് മുജാഹിദിൻ്റെ കൈ പിടിച്ചാൽ കഴുകണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിങ്ങളൊരു വാക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഉപയോഗപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതൊന്ന് കേട്ടു നോക്കാണ് നിങ്ങൾ. വിദേഹത്തിനോട് നല്ലോണം അറപ്പുമാണ്. വിദേഹത്ത് മഹിമ ദലാലത്താണ്. വിദേഹത്ത് എന്ന് പറഞ്ഞാൽ വിദേഹത്തെ കൈ പിടിച്ചാൽ കൈ കഴുകണം, അത്രയും വിഷമാണത്. വിഷം തൊട്ടാൽ നമ്മൾ തിന്നണേ കയ്യകണ്ടേ എന്ന് പറഞ്ഞാൽ ഓരോ തൊട്ടാൽ കയ്യകണം, അത് ഒരിക്കലും പാടില്ല. ഇവിടെയും സുലൈമാൻ ഉസ്താദ് പറയുന്നുണ്ട്, പാടില്ല എന്ന് പറയുന്നുണ്ട്. അതും ഒന്ന് മുഹമ്മദ് സഅദി ഒന്ന് പരിശോധന നടത്തുന്നത് നല്ലതാ. നമ്മളെ ഈമാന് വിഷം തൊട്ടാൽ മരിച്ചുള്ളൂ, ഇത് ചാവും. ഏത് വിദേഹത്തിന് തൊട്ടാൽ ആ വിഷം കൊണ്ട് ചത്തുപോകും, മരിക്കല്ല. അപ്പം അതുകൊണ്ട് വിദേഹത്തിനോട് നല്ല വെറുപ്പ് വേണം, കുറഞ്ഞ വെറുപ്പ്. വഹാബികളോട് ചില്ലറ വെറുപ്പൊന്നും പോലെ നല്ല വെറുപ്പ് വേണം, ഓലെ മാറ്റി നിർത്തുക തന്നെ വേണം എന്നാ സുലൈമാൻ ഉസ്താദ് പറഞ്ഞത്. ഇനി ബാക്കി ഇയാൾ പറയട്ടെ. എന്താ വീഡിയോയിൽ പറഞ്ഞത്? ബിദ്അത്തിനോട് നല്ലോം അറപ്പ് വേണം. ആയിക്കോട്ടെ, ഇമാമിങ്ങൾ പറഞ്ഞ അറപ്പുണ്ടായാൽ മതി. ആയിക്കോട്ടെ, ഇമാമിങ്ങൾ പറഞ്ഞ അറപ്പുണ്ടായാൽ മതി എന്ന് പറഞ്ഞു വെക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് അറിയാം. പിന്നെ ബിദ്അത്തുകാർ തൊട്ടാൽ കൈ കഴുകണം. അതിന് എനിക്ക് പറയാനുള്ളത്, കൈ കഴുകിയാ പോരാ, 7 പ്രാവശ്യം കഴുകണം എന്നാ പറയാൻ. ഇയാൾക്ക് പറയാനുള്ളത് കഴുകിയാൽ പോരാ, 7 പ്രാവശ്യം കഴുകണം. അവിടെ സുന്നത്ത് ഇല്ല, അത് പാടില്ല എന്ന് എവിടുന്ന് കിട്ടി? സുന്നത്തില്ല എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളാപ്പൈ പറയുന്നത് കേട്ടാ ഉള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ബിദ്അത്തുകാരെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കിലാബു അഹ്ലിന്നാർന്ന, നരകത്തിലെ ആളുകളുടെ നായ്ക്കളാണ്, നരകാവകാശികളിലുള്ള നായ്ക്കളാണ് എന്ന് പറയുമ്പോൾ ബിദ്അത്തിന്റെ ആൾക്കാരെ കൈ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, കഴുകാൻ വേണ്ടി മണ്ണും ഉപയോഗിക്കണം, മുഗല്ലദായ നജസാണ് എന്നും കൂടി പറയണം. അത് പറയാതെ ബാക്കി വെച്ചതിൽ ഒരല്പം പ്രയാസമുണ്ട്. അപ്പൊ ഇവർക്ക് എന്തും ചേരും, ഇവർക്ക് എന്തും പറയാം. നിങ്ങളെ നൗഷാദിൻ്റെ വാദക്കാരനാകരുത് സഅദി, മുഹമ്മദ് സഅദി, നിങ്ങൾ നൗഷാദിൻ്റെ വാദക്കാരനാകരുത്. നിങ്ങളിപ്പോൾ പറഞ്ഞത് നരകത്തിലെ നായ്ക്കളാണ് എന്ന് മാത്രമല്ല, മുഗല്ലദായ നജസാണ്. ആര്? മുജാഹിദീങ്ങൾ, മുജാഹിദും ജമാഅത്തും മുഗല്ലദായ നജസാണ്. ഇത് എവിടെ ഉള്ളത് എന്നാവോ? മുജാഹിദും ജമാഅത്തും മുഗല്ലദായ നജസാണ് എന്നുള്ളത് എവിടെയുള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ പേരോട് ഉസ്താദ് പ്രസംഗത്തിൽ അവർ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സുന്നത്തില്ല എന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ.